കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട് വ്യാജ പാസ്പോർട്ട് കേസ് പ്രതിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് പിടികൂടി. ബംഗ്ലാദേശ് സ്വദേശി അംജദ് ഹുസൈനാണ് പിടിയിലായത്. 3 പോലീസുകാർക്ക് പരിക്കേറ്റു. രാത്രി 8 മണിയോടെ അത്താണിയിൽ വെച്ചാണ് സംഭവമുണ്ടായത്. വിവരങ്ങൾ നൽകാനായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണപ്രിയ, ഇന്ന് വൈകിട്ട് 8 മണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വ്യാജ പാസ്പോർട്ടുമായി പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശി ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ വാഹനത്തിൽ നിന്നും അവിടെ അത്താണി സിഗ്നലിൽ വാഹനം നിർത്തുമ്പോൾ ചാടി രക്ഷപ്പെട്ടത്. ഒരു പോലീസുകാരനെ തള്ളി താഴേക്ക് ഇട്ടുകൊണ്ടാണ് ഓടി രക്ഷപ്പെടുന്നത്. വളരെ സാഹസികമായി ഇയാളെ പിന്തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഇപ്പോൾ പ്രതിയെ പിടികൂടാനായിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഇത് ഏത് രീതിയിലാണ്, എത്രത്തോളം സാഹസികമായിട്ടാണ് പിടികൂടിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. എത്രത്തോളം സാഹസികമായി പിന്തുടർന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു പ്രതിയെ പിടികൂടാൻ സാധിച്ചത്? ഒരു 7:45-7:30 ശേഷമാണ് രക്ഷപ്പെട്ടത്. വിവരം കിട്ടിയ ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ശ്രമിച്ചു. പക്ഷേ ആ ഒരു ഇരുട്ട് നിറഞ്ഞ പ്രദേശമായതുകൊണ്ട്, പരിചയമില്ലാത്ത പ്രദേശമായതുകൊണ്ട് ഉള്ളിലോട്ട് ഓടിപ്പോയിരുന്നു. പിന്നെ ബാക്കി ഞങ്ങളൊക്കെ വിവരം അറിഞ്ഞുകൊണ്ട് വേഗം ചെല്ലുകയും ആ ഭാഗത്തെല്ലാം അടയാള സഹായത്തോടെയൊക്കെ സെർച്ച് ചെയ്തു. എൻ്റെ ഫോട്ടോ മാക്സിമം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3-4 കിലോമീറ്റർ അപ്പുറം മാറി ഒരു സംശയം പറഞ്ഞു അങ്ങനെ ഒരാൾ പോകുന്ന കണ്ടതായിട്ട്. പിന്നെ ഞാനും പെട്ടെന്ന് എൻ്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂട്ടി പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേനും ഏകദേശം ഇയാളാണെന്ന് മനസ്സിലായി. ബാഗിൽ നിന്ന് കണ്ടതിന്. പക്ഷേ പോലീസ് വണ്ടി കണ്ടേ ഇയാൾ ഓടി ഒരു ഭാഗത്തേക്ക് ഓടി. അതിലെ മുള്ളുകമ്പിയൊക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. വളരെ ഒരു 10-300 മീറ്റർ ഓടിക്കേണ്ടി വന്നു. ഓടിച്ച് പിടിച്ചു. പോലീസുകാർക്ക് ചെറിയ മുറിവൊക്കെ പറ്റി. എന്നാലും ആളെ കിട്ടി. ഇനി ഇതിൻ്റെ ഒരു തുടർ നടപടി എങ്ങനെയായിരിക്കും? ഇയാളെ നാളെ കോടതിയിലേക്ക് ഹാജരാക്കും. ഈ പറഞ്ഞ നിലവിലുള്ള കേസിലേക്ക്. കൂടാതെ ഇപ്പം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് കേസെടുക്കും. ഇപ്പോൾ ഇതൊരു വിദേശിയാണ്, അതും വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് വന്നതാണ്. അപ്പോൾ അത്രത്തോളം ഗൗരവമുള്ള ഒരു കേസിലെ പ്രതിയാണ്. ഇത് വലിയ സാഹസികമായി തന്നെ പിടികൂടിയത് ഒരു വലിയ ആശ്വാസമല്ലേ? വലിയ ആശ്വാസമാണ് തീർച്ചയായും. ഈ പരിക്കേറ്റ പോലീസുകാർ എങ്ങനെയുണ്ട്? അവർക്ക് ഇഞ്ചുറി ഉണ്ട്. അവർ ഇപ്പം ഹോസ്പിറ്റലിൽ അവിടെ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. TT എടുക്കാനും മറ്റു കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും വളരെ ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരും ആത്മാർത്ഥമായി തന്നെ മറ്റ് പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ട് ഇയാളെ 300 മീറ്ററിലധികം പിന്നാലെ ഓടിച്ച് ആണ് പിടികൂടുന്നത്. അതും ഒരു പരിചയവുമില്ലാത്ത പ്രദേശത്തു കൂടി മുള്ളും കമ്പിവേലിയും മറ്റും നിറഞ്ഞ പാടത്തിൻ്റെ അരികിലൂടെയും മറ്റും ഓടിച്ചാണ് പിടികൂടുന്നത്. ഇയാൾ എന്തിനിവിടേക്ക് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ചോദ്യം ചെയ്യലിലൂടെയും മറ്റും മാത്രമേ വ്യക്തത വരുത്തുകയുള്ളൂ. എന്തു തന്നെ ആയാലും ഇത്തരത്തിൽ പ്രതി രക്ഷപ്പെടുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അയാളെ പിടികൂടാൻ സാധിച്ചു എന്നത് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം അത്രത്തോളം ഗൗരവമുള്ള ഒരു കേസിലെ പ്രതി തന്നെയാണ്. ഇത്രയും സമർത്ഥമായി പോലീസുകാരെ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ, ആക്രമിക്കുന്ന രീതിയിൽ ഒരു വാഹനത്തിൽ നിന്ന്, പോലീസ് വാഹനത്തിൽ നിന്ന് തന്നെ ചാടി രക്ഷപ്പെടുന്നു. എന്നാൽ ആ ഒരു പ്രശ്നം അത് അടിയന്തരമായി തന്നെയുള്ള സംയോജിതമായ ഇടപെടലിലൂടെ പോലീസിന് അത് പരിഹരിക്കാൻ പറ്റി, പ്രതിയെ പിടിക്കാൻ പറ്റി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൃഷ്ണപ്രിയ.